ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പം നമ്മുടെ ക്ലേയുടെ ലോ എൻട്രൻസിൻ്റെ ഡേറ്റ് ഒക്കെ കേരള എൻട്രൻസ് കമ്മീഷണർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വരുന്ന ജൂൺ 28 എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ക്ലേയുടെ സിലബസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. അപ്പം നോക്കുക, നമുക്ക് വരുന്നത് 120 മാർക്കിൻ്റെ പരീക്ഷയാണ്. അതിൻ്റെ അകത്ത് ലീഗൽ അവയർനെസ് ഉണ്ട്. ലീഗൽ അവയർനെസ്സിൽ ബേസിക് ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെയുള്ള ലീഗൽ സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് കോർ ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്രിമിനൽ ലോ ഓഫ് ക്രൈംസ് ഉണ്ട്, അതുപോലെ തന്നെ ലോ ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്, അതുപോലെ എന്താണ് നമ്മുടെ ലോ ഓഫ് ടോട്ട്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് വരുന്നത്. അതിൻ്റെ അകത്ത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലീഗൽ റീസണിങ് എങ്ങനെയുള്ളതാണെന്ന് നോക്കിക്കേ. മേക്കിംഗ് അസംഷൻസ്, ഡ്രോയിങ് ഇൻഫറൻസ് ഫ്രം ദ ഗിവൻ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലീഗൽ മാക്സിംസ് ആണ് അല്ലേ. നമുക്കിപ്പം ടീച്ചിങ്സിലാണെങ്കിൽ മാക്സിംസ് ഓഫ് ടീച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ലീഗൽ മാക്സിംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ വരുന്ന ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അതാണ് അതിൻ്റെ സിലബസ്. അതുപോലെ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ജനറൽ ഇംഗ്ലീഷ് ആണ്. ജനറൽ ഇംഗ്ലീഷ് എല്ലാ ഭാഗത്തു നിന്നും ഏത് പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോംപ്രഹെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ വൊക്കാബുലറി ആൻഡ് യൂസേജ് ഉണ്ട്, ആൻഡ് എന്താണ് സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ്, ഗ്രാമറാണ് ഉദ്ദേശിക്കുന്നത്, സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ്. അപ്പം ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിവിടെ എഴുതി വച്ചിരിക്കുന്നത് വളരെ ചെറുതാണെങ്കിലും കുറച്ച് പരന്ന് കിടക്കുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് ജനറൽ നോളജ് ആണ്. ജനറൽ നോളജിൻ്റെ ടോപ്പിക് അത് എപ്പോഴും വൈഡ് തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ഒരു ലിമിറ്റഡ് പീരീഡ് എന്ന് പറയാൻ പറ്റത്തില്ല. നാഷണൽ ഇവൻ്റ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഇവൻ്റ് ഉണ്ട്, ജിയോ പൊളിറ്റിക്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഇറാൻ US സെറ്റിൽമെൻ്റ് ഒക്കെ നടന്നിരിക്കുകയാണ്. ഒരു 100 ദിവസമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ അകത്ത് വരാം. എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഇനി സ്റ്റാറ്റിക് ജി കെ വരുന്നത് നോർമൽ ഇന്ത്യൻ ഹിസ്റ്ററിയും ഇന്ത്യൻ ഇക്കണോമിക്സും പൊളിറ്റിയും ഒക്കെ തന്നെയാണ്. സ്പോർട്സ് വരുന്നുണ്ട്, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഉണ്ട്, പത്മശ്രീ പത്മഭൂഷൺ അടക്കമുള്ള അവാർഡ്സ് അവിടെ നോക്കണം. ഇനി ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻവിറോൺമെൻറ്റൽ എഗ്രിമെൻറ്റ്സ് ആണ്. UNCC ഒക്കെ നമ്മളവിടെ നോക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി അടുത്ത നമ്മൾ പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ്. ലോജിക്കൽ റീസണിങ് ആണ്, അനലോഗി ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്, അതുപോലെ കോഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മാത്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്പർ സിസ്റ്റവും ബേസിക് ഓൾജിബ്ര, പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പോലുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞപ്പം ഏറ്റവും പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാനായിട്ട് പറ്റി. 120 മാർക്കിൻ്റെ പരീക്ഷയാണ്. ഒരു ചോദ്യത്തിന് 3 മാർക്കാണ്, ഒരു തെറ്റിന് 1 മാർക്ക് കുറയും. അങ്ങനെയുള്ള ഒരു പരീക്ഷയ്ക്ക് ഈ സിലബസ് വെറും നിസാരമല്ല. നമുക്കിങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റിയതുപോലെ അല്ല നമ്മൾ പഠിക്കാനിരിക്കുമ്പം കുറച്ച് നമ്മളതിൻ്റെ അത് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൽ 4ഓളം ഗവൺമെൻറ് ലോ കോളേജേ ഉള്ളൂ. ബാക്കി വരുന്നതെല്ലാം സെൽഫ് ഫിനാൻസിങ് ആണ്. സെൽഫ് ഫിനാൻസിങ് തന്നെ 3 ഇയർ LLBക്ക് 17 എണ്ണം എങ്ങാണ്ടേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ 5 ഇയറിനാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഈ ഒരു പരീക്ഷയിൽ ഈ സിലബസ് എന്ന് പറയുന്നത് ചെറുതാണെങ്കിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിലബസാണ്. അപ്പം ഈ വരാൻ പോകുന്ന എക്സാമിനായിട്ട് നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു 15-day ക്രാഷ് ബാച്ച് തുടങ്ങുന്നുണ്ട്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ 924980 എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാകാനും നല്ല റാങ്ക് നേടാനും ഈ ഒരു ബാച്ചിലൂടെ സാധിക്കും. അപ്പം നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കും.